കറുത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും ഇവിടെ പരിശോധന നടക്കുകയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം നിലവിൽ നേരത്തെ ഈ മമ്മൂക്കയുടെ വീട് പനമ്പള്ളിയിലുള്ള മമ്മൂക്കയുടെ വീട്ടിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. പക്ഷേ രാവിലെ അവിടെ പരിശോധന നടന്നിരുന്നു എന്നറിയാൻ കഴിയുന്നു. അതോടൊപ്പം ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ദുൽഖർ സൽമാൻ്റെ വീട്ടിലാണ്. ഈ ഒരു വീട് വിറ്റിട്ടുള്ളൊരു വീടാണ്. പക്ഷേ അതിൽ ആ ഗ്യാരേജ് എന്ന് പറയുന്നത് മമ്മൂക്കയുടെ തന്നെയാണ്. എന്തായാലും ആ ഒരു വീട്ടിൽ ഇത്തരം ഈ ഒരു വാഹനം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഭൂട്ടാനിൽ നിന്ന് കടത്തിയതാണോ എന്നുള്ള ഒരു സംശയം തന്നെയാണ് കസ്റ്റംസിനുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ പരിശോധനകൾ നടക്കുന്നത്. ഈ നിസാൻ പെട്രോൾ എന്ന് പറയുന്ന വാഹനം ഭൂട്ടാൻ വഴി നികുതി വെട്ടിച്ച് കടന്നതാണോ എന്നുള്ളൊരു സംശയം ഈ പറയുന്ന കസ്റ്റംസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെ കയ്യിലുള്ള ഡിഫൻഡർ, ലാൻഡ് റോവർ തുടങ്ങിയ വാഹനങ്ങളുടെ കാര്യത്തിലും ഇത്തരം ഒരു സംശയം വന്നതിനെ തുടർന്നാണ് പരിശോധനകൾ നടക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇത് രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു പരിശോധനയുടെ ഭാഗമായാണ് ഇപ്പോൾ കൊച്ചിയിലും ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഏകദേശം 30ഓളം കേന്ദ്രങ്ങളിലാണ് ഇങ്ങനെയുള്ള പരിശോധനകൾ നടത്തുന്നത്. ഇതിന് മുൻപും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിവരങ്ങളെല്ലാം കസ്റ്റംസിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പഴയ വാഹനങ്ങൾ, പട്ടാള വാഹനങ്ങൾ അടക്കമുള്ള പഴയ വാഹനങ്ങൾ നികുതി വെട്ടിച്ച് കേരളത്തിലേക്ക് കടത്തുന്ന ഒരു വലിയ ഡീലേഴ്സ് അല്ലെങ്കിൽ ഇടപാടുകാർ പ്രവർത്തിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്നുള്ള ഒരു വിവരം ഈ പറയുന്ന കസ്റ്റംസിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരം ഡീലേഴ്സ് ഇവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. ഈ വാഹനങ്ങളെല്ലാം, ആഡംബര കാറുകളെല്ലാം ഏറ്റവും കൂടുതലായി വാങ്ങുന്നത് ഈ പറഞ്ഞതുപോലെ സിനിമാ മേഖലയിലുള്ളവരും ബിസിനസ് മേഖലയിലുള്ളവരും ഒക്കെ തന്നെയാണ്. എന്നാൽ അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇത്തരമൊരു അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ കസ്റ്റംസ് ഇവിടെ എത്തി പരിശോധന തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. റിപ്പോർട്ടുകളെല്ലാം അനുസരിച്ച് കേരളത്തിലേക്ക് കടത്തിയിരിക്കുന്നത് പഴയ വാഹനങ്ങളല്ല, പകരം പുതിയ വാഹനങ്ങളാണ് എന്ന തരത്തിലുള്ള കണ്ടെത്തലുകളും ഈ ഒരു കസ്റ്റംസിന്റെ പരിശോധനയിൽ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് രജിസ്ട്രേഷനെല്ലാം തെറ്റിച്ചുകൊണ്ട് ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ചാണ് ഇങ്ങനെ വാഹനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യമാണ് ഈ കസ്റ്റംസ് അറിയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന ഇവിടെ നടക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിസാൻ പെട്രോൾ എന്ന് പറയുന്ന വാഹനത്തിനൊക്കെ നല്ല വിലയുള്ള വാഹനമാണ്. അതൊക്കെ നികുതി വെട്ടിച്ച് ഇവിടെ എത്തിക്കുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഡീലേഴ്സ് പ്രവർത്തിക്കുന്നു എന്നുള്ള അറിവ് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന ഇവിടെ നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ പരിശോധന ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ പരിശോധനാ സംഘം അല്ലെങ്കിൽ കസ്റ്റംസ് അകത്ത് കയറി പരിശോധനയ്ക്ക് ശേഷം പുറത്തു വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ഇനി വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുകയുള്ളൂ. നിലവിലെ ഒരു സാഹചര്യത്തിൽ പരിശോധന തുടരുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. കാർത്തു, അതുപോലെ തന്നെ വിജിത, ഈ ഒരു ഇടനിലക്കാരുടെ ഭാഗത്തു നിന്നായിരിക്കുമല്ലോ കേരളത്തിലേക്ക് ഇത്രയധികം കാറുകൾ വിറ്റിട്ടുണ്ടാകുക. അപ്പോൾ ഈ താരങ്ങളും ഈ ഇടനിലക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കുമോ ഈ കാറുകൾ അല്ലെങ്കിൽ ഈ ആഡംബര കാറുകൾ സ്വന്തമാക്കിയിരിക്കുന്നത്? ആ ഒരു സാഹചര്യത്തിലായിരിക്കില്ലേ ഇപ്പോൾ ഈ ഒരു മിന്നൽ പരിശോധന ഉണ്ടാകാനുള്ള കാരണം? കാർത്തു, ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന സിനിമാ മേഖലയിലും ബിസിനസ് മേഖലയിലും ഉള്ളവരാണ് ഇത്തരം കാറുകൾ പൊതുവേ വാങ്ങുന്നത്. ആഡംബര കാറുകളെല്ലാം ഒരാൾ വാങ്ങുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു പക്ഷേ നേരിട്ട് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കില്ല. ഈ പറയുന്നത് പോലെ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഒരുപാടധികം വാഹനങ്ങൾ കടത്തി എന്ന് ആണ് പറയുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഈ ഇടപാടുകാരുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. ഇടപാടുകാരിൽ നിന്നായിരിക്കണം ഇത്തരത്തിൽ ഇപ്പോൾ ഈ പരിശോധനയ്ക്ക് ശേഷം കസ്റ്റംസ് ഇവിടെ നിന്നും ഇറങ്ങുന്നതാണ് കാണുന്നത്. എന്തായാലും ഇടപാടുകാരിൽ നിന്നായിരിക്കണം ഇത്തരത്തിൽ ഒരു ബന്ധം ഇവർക്ക് ഉണ്ടായിരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടായിരിക്കണം ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നേരിട്ടൊരു ഇടപാടുണ്ടായിരിക്കില്ല. പക്ഷേ ഈ ഇടപാടുകാരുടെ എത്തിക്കുന്ന വാഹനങ്ങൾ ഇവർ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. കാർത്തു, ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കി കസ്റ്റംസ് മടങ്ങിപ്പോയി എന്ന് വേണ്ടേ വിജിത കരുതാൻ? ഇപ്പോൾ അവരുടെ വാഹനമല്ലേ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ കസ്റ്റംസ് പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മടങ്ങുന്നതാണോ? അല്ല, പരിശോധന പൂർത്തിയായിട്ടില്ല. ഇതിന് ഈ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അകത്തുണ്ട്. പക്ഷെ അവരെന്തോ ആവശ്യത്തിന് വേണ്ടി വാഹനവും എടുത്ത് പുറത്തിറങ്ങിയതാണ്. എന്തായാലും പരിശോധന ഇതുവരെ തീർന്നിട്ടില്ല. അകത്ത് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളെല്ലാം അകത്ത് പരിശോധന നടക്കുന്നുണ്ട്. അതിനുശേഷം ഇനി ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പുറത്ത് വന്നതിന് ശേഷമായിരിക്കും നമുക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയിക്കാൻ കഴിയുന്നത്. പിടിച്ചെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കുന്നത്.
കസ്റ്റംസിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ദുൽഖർ സൽമാന്റെ വൈറ്റിലയിലുള്ള വീട്ടിലാണ് കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നത്. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് വാങ്ങി എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് റെയ്ഡ് നടക്കുന്നത്. ഫൈസൽ അസീസ് ഇപ്പോൾ ചേരുന്നുണ്ട്. ഫൈസൽ, ഒരു ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഒട്ടുവിധ ആൾക്കാർക്കും എന്താണ് ഈ ഓപ്പറേഷൻ